പെയ്യുന്നത് കാണുമ്പോൾ അഞ്ജലി എപ്പോഴും ചിരിക്കും. അവൾക്ക് മഴയെന്നത് വെറും വെള്ളത്തുള്ളികളല്ല, അത് ഓർമ്മകളുടെ സുഗന്ധമായിരുന്നു. അവളുടെ ജീവിതത്തിലൊരിക്കൽ ആരവം നിറഞ്ഞിരുന്ന ഒട്ടേറെ ദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കോളേജിലെ ചായക്കട, അടുത്ത കൂട്ടുകാർ, കളിച്ചിരികൾ, അങ്ങനെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ. പക്ഷേ അതിൽ ഇന്നും മായാതെ നിറഞ്ഞു നിന്നത് അരുൺ എന്ന പേരായിരുന്നു. അരുൺ എപ്പോഴും മഴയെ സ്നേഹിച്ചിരുന്നു. മഴ പെയ്യുമ്പോൾ ഓർമ്മകൾക്കൊരു സുഗന്ധമാണ്, അവൻ പറയുമായിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് മറുപടി പറയും, വേദനകൾ പേറാനായി അവ എന്തിനാണ് വളർത്തുന്നത്? അവൻ പെട്ടെന്ന് മറുപടി പറയും, വേദനയില്ലാത്ത ഓർമ്മകൾക്ക് ജീവനില്ലല്ലോ. ആ വർഷം അവർ ഒരുമിച്ച് അവസാനമായി കാപ്പി കുടിച്ച രാത്രി, കാറ്റിൽ പറന്നു വന്ന കുന്നിൻ മുകളിലുള്ള പൂക്കളിലേക്കാണ് അരുണിൻ്റെ കണ്ണു പോയത്. ഇളം കാറ്റ് വഹിച്ചു കൊണ്ടുവന്ന സുഗന്ധം പരന്ന കുന്നിൻ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന വർണ്ണമനോഹരമായ പുഷ്പങ്ങളിലേക്കാണ്. ഇനി അടുത്ത തവണ ഇവ പൂക്കുമ്പോഴാണ് ഞാൻ മടങ്ങി വരിക, അവൻ പറഞ്ഞു. പിരിഞ്ഞപ്പോൾ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. അവൻ വിദേശത്തേക്ക് പോയി. കത്തുകൾ കുറച്ചു മാസം വന്നു, പിന്നെ ഒന്നുമില്ല. വർഷങ്ങൾ കടന്നുപോയി. അഞ്ജലി ഇപ്പോൾ സ്കൂൾ ടീച്ചറാണ്. ജീവിതം നിശബ്ദമായി മുന്നോട്ടു പോയെങ്കിലും അവളുടെ മനസ്സിൻ്റെ ആഴത്തിൽ എവിടെയോ അരുണിൻ്റെ ശബ്ദം ഇന്നും നിലനിൽക്കുന്നു. മഴ പെയ്യുമ്പോൾ ഓർമ്മകൾക്ക് സുഗന്ധമാണ്. ഒരു വേനൽ പകൽ പാഠം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ ജനലിലൂടെ കാറ്റ് വീശി. തൊട്ടടുത്തുള്ള കുന്നിൻ മുകളിലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ കാറ്റിന് പഴയ ഓർമ്മകളുടെ സുഗന്ധമുണ്ടായിരുന്നു. അവയെ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ അരുണിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞൊഴുകി. ആ ദിവസം വൈകിട്ട് അവൾ താഴ്വരയിലൂടെ പോയി. കുന്നിൻ മുകളിലെ സുഗന്ധം പരക്കുന്ന പൂവിൻ്റെ ഒരു തുണ്ടെടുത്ത് പുസ്തകത്തിനിടയിൽ വെച്ചു. ആകാശം മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം മിന്നൽ സ്പർശം പോലെ തോന്നി. ആരോ അവളുടെ തോളിൽ സ്പർശിച്ചതുപോലെ. ഞാൻ ഇതാ വന്നു, അവൻ പറഞ്ഞതുപോലെ തോന്നി. അഞ്ജലി ചിരിച്ചു. കണ്ണുനീരിൽ മൂടിയ മുഖം കാറ്റിലേക്കുയർത്തി. പൂക്കൾ വീണ്ടും മിന്നിത്തിളങ്ങുമ്പോൾ നീ എവിടെയോ എനിക്കൊപ്പം തന്നെയല്ലേ? അതെ, ഓർമ്മകൾ ചിലപ്പോൾ വേദനിപ്പിക്കുന്നതായിരിക്കും, പക്ഷേ അവയാണ് നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന സുന്ദര പുഷ്പങ്ങൾ.